യുണൈറ്റഡിന്റെ കോച്ചിങ് സിറ്റുവേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ അമോരവിനെ പകരക്കാരനായിട്ട് കൊണ്ടുവന്ന ക്യാരിക്ക് ഇപ്പോൾ കെയർ ടേക്കർ ജോബാണ് ക്യാരിക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ക്യാരിക്ക് ഇപ്പം പെർമനന്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നതാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം ക്യാരിക്ക് വന്നതിന് ശേഷം യുണൈറ്റഡിന്റെ പെർഫോമൻസിൽ അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രീമിയർ ലീഗിൽ ഇപ്പം യുണൈറ്റഡ് 3-ാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു UCL സ്പോട്ടും പ്രീമിയർ ലീഗിൽ ടോപ്പ് 4 എത്തിക്കാൻ ക്യാരിക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പം ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ടീം തന്നെയാണ് യുണൈറ്റഡ്. അപ്പം യുണൈറ്റഡിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കസമേറൊക്കെ ക്ലബ്ബ് വിട്ട് പോവുകയാണെന്നാണ് സിറ്റുവേഷനിൽ ഇപ്പോൾ ന്യൂസുകളൊക്കെ പറയുന്നത്. അപ്പം ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങനെയാവും ക്യാരിക്ക് പുതിയ പ്ലേയേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. അപ്പം എന്തായാലും അടുത്ത സീസണിൽ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗിലും ഒരു കടുത്ത കോമ്പറ്റീഷൻ തന്നെയാവും യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക.